ഹായ് ഹലോ വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദേവിക. ഞാൻ സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസാണ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ 2 month പിമ്പിൾ ജേണിയുടെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ ജസ്റ്റ് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ആൻഡ് സെക്കൻഡ് പാർട്ടിൽ എൻ്റെ ഡയറ്റ് എങ്ങനെയായിരുന്നു, ഞാൻ എന്ത് ഡയറ്റ് ഫോളോ ചെയ്തിട്ടാണ് എനിക്ക് പിമ്പിൾസ് റിമൂവ് ചെയ്യാൻ പറ്റിയത് എന്നുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. ആൻഡ് തേർഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ എന്തൊക്കെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്തതെന്നുള്ളതും ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത 2 സ്കിൻ കെയർ പ്രൊഡക്ട്സും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സോ നമുക്കൊരു സെൻസിറ്റീവ് സ്കിന്നും ആൻഡ് അതുപോലെ തന്നെ പിമ്പിൾ ഒരുപാട് വരുന്ന സ്കിന്നാണെങ്കിൽ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുന്നതായിരിക്കും മച്ച് ബെറ്റർ. ഞാൻ ബേസിക്കലി യൂസ് ചെയ്തിരുന്നത് മെയിനായിട്ടും ഈ 3 പ്രൊഡക്ട്സ് ആണ് ഞാൻ ബേസിക്കലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫേസ് വാഷ്, പിന്നെ അതുപോലെ തന്നെ മസ്റ്റായിട്ട് നമുക്ക് വേണ്ട ഒരു മോയ്സ്ചറൈസർ ആൻഡ് എ സൺസ്ക്രീൻ. ഈ സൺസ്ക്രീനും ഈ ഫേസ് വാഷും ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ രാവിലെ നമ്മൾ ഫേസൊക്കെ കഴുകിയതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇടുന്നതിന് മുന്നേ ഫേസൊക്കെ ഡ്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഇടാൻ ഡോക്ടർ സജസ്റ്റ് ചെയ്ത ഒരു ഓയിൽമെൻറ്റാണിത്. ഓയിൽമെൻ്റ് അല്ല, ഒരു ജെല്ലാണ്. നാഡി ബാക്ടർ എന്ന് പറയും. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ തന്നെ ഒരുപാട് ഡേർട്ട് നമ്മളെ മുഖത്തിങ്ങനെ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ പോഴ്സ് ക്ലോഗ് ആവാതിരിക്കാനും അതുപോലെ തന്നെ സണ്ണിൽ നിന്ന് നമ്മുടെ പിമ്പിൾസിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാനുമാണ് ഈ ഒരു ജെല്ല് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസുമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ യൂസ് ചെയ്ത ഫേസ് വാഷ് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു 300 മുതൽ 350 റേഞ്ച് ആവും തോന്നുന്നു പ്രൈസ് എന്ന് പറയുമ്പോൾ. അത്യാവശ്യം അഫോർഡബിൾ പ്രൈസാണ്. പക്ഷേ നമ്മുടെ ആക്നീസ് കുറയ്ക്കാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണിത്. നന്നായിട്ട് ക്ലെൻസ് ചെയ്യും ഫേസ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ യൂസ് ചെയ്ത മോയ്സ്ചറൈസർ, നമുക്കിത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ ആണ്. അത്യാവശ്യം നമ്മുടെ ബാരിയർ റിപ്പയറിംഗ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. നല്ല മോയ്സ്ചറൈസർ ആണ്. എന്നാൽ അത്യാവശ്യം ഓയിലി ആക്കത്തുമില്ല, എന്നാൽ ഭയങ്കര ഡ്രൈ ആക്കത്തുമില്ല. അത്യാവശ്യം നല്ല റേഞ്ചിലുള്ള മോയ്സ്ചറൈസർ ആണ്. അത്യാവശ്യം അഫോർഡബിൾ പ്രൈസും ആണിത്. ആൻഡ് ദെൻ സൺസ്ക്രീൻ എന്ന് പറയുമ്പോഴത്തേനും എല്ലാവർക്കും അറിയാം, ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന UV ഡോക്സിൻ്റെ സൺസ്ക്രീനാണ്. അത്യാവശ്യം റേറ്റുള്ള സൺസ്ക്രീനാണ്, പക്ഷേ ആ ഒരു റേറ്റിന് നല്ല പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ UV റേസിൽ നിന്ന് നമുക്ക് ടാൻ അടിക്കുന്ന വളരെ കുറവായിരിക്കും ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ റീഅപ്ലൈ ചെയ്യാനായിട്ട് ഡോക്ടറിനോട് റെക്കമെൻഡ് ചെയ്തു. രാവിലെ 8 മണിക്ക് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമ്മളൊരു 12:30 ആകുമ്പോഴത്തേന് വീണ്ടും റീഅപ്ലൈ ചെയ്യുക. പിന്നെ നമ്മളൊരു 4 മണിയാകുമ്പോഴത്തേന് വീണ്ടും റീഅപ്ലൈ ചെയ്യുക. അങ്ങനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ചേഞ്ച് തന്നെ നമുക്ക് സ്കിന്നിൽ കാണാനായിട്ട് പറ്റും. ആൻഡ് പിന്നെ പിമ്പിൾസ് കുറയ്ക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു ജെല്ലാണ് സെബോ ജെൽ എന്ന് പറയുന്നത്. എല്ലാം മഞ്ഞ് പോയി ഞാൻ എത്രയ്ക്ക് യൂസ് ചെയ്തു, പക്ഷേ അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. സാലിസിലിക് ആസിഡൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്ത് നമ്മളെ പോഴ്സൊക്കെ, ഈ ക്ലോഗ് ആവുന്ന പോഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് പിമ്പിൾ കുറയ്ക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്ത 2 പ്രൊഡക്റ്റാണ് ഈ ഒരു ജെല്ലും ആൻഡ് ഈ നാഡിയ ബാക്ടർ എന്ന് പറയുന്ന ഈ സെബോ ജെല്ലും ആൻഡ് ഈ നാഡിയ ബാക്ടർ എന്ന് പറയുന്ന ജെല്ലും ആൻഡ് ദിസ് സൺസ്ക്രീൻ ആൻഡ് ദിസ് ഫേസ് വാഷ്. ഇത്രയും ഡോക്ടർ സജസ്റ്റ് ചെയ്ത പ്രൊഡക്ട്സ് ആണ്. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഫേസ് വാഷ് ഇട്ട് കഴുകുമ്പോഴത്തേനും അത്യാവശ്യം ഒരു 80% ഡേർട്ടൊക്കെ റിമൂവ് ആവത്തുള്ളൂ. അപ്പം നമ്മൾ ഫുള്ളി 100% ക്ലീൻ ആക്കാനായിട്ട് നമ്മളൊരു ഞാൻ ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്യാറ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഗാർണിയറിൻ്റെ ക്ലെൻസർ. ഈ ക്ലെൻസർ അടിപൊളിയാണ്, നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. നമ്മളിപ്പോൾ ഫേസ് വാഷ് ഇട്ട് കഴുകി കഴിഞ്ഞിട്ടും നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ഇത് കുറച്ചെടുത്തിട്ട് മുഖത്തൊന്ന് വൈപ്പ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഡേർട്ട് വരുന്ന കാണാം. അപ്പം അത്രയും 100% 99.9% നമ്മുടെ മുഖത്തുള്ള ഡേർട്ട് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ക്ലെൻസർ സഹായിക്കുന്നതാണ്. മേക്കപ്പ് റിമൂവറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ സ്കാൽപ്പിൽ അത്യാവശ്യം ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നമുക്ക് പിമ്പിൾ വരാൻ അതൊരു മെയിൻ റീസൺ ആണ് കേട്ടോ. കാര്യം മെയിൻലി ഡാൻഡ്രഫ് നമ്മുടെ ഈ ഫോർഹെഡ് ഏരിയയിലേക്ക് വീണിട്ട് അവിടുത്തെ പോഴ്സ് ക്ലോഗ് ആയിട്ട് പിമ്പിൾസ് വരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഡാൻഡ്രഫിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്ത ഒരു ഷാമ്പൂ ആണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷാമ്പൂ ആണിത്. കീറ്റോകോണോസോൾ കണ്ടന്റ് ഉള്ള ഒരു ഷാമ്പൂ ആണ്. ഡാൻഡ്രഫ് മെയിൻലി എല്ലാവർക്കും അറിയാം, ഡാൻഡ്രഫ് മെയിൻലി മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷാമ്പൂ ആണ്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു നറിഷിംഗ് ഷാമ്പും കൂടി കമ്പൈൻ ചെയ്തായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് മെയിൻലി യൂസ് ചെയ്തിരുന്നത്. ഒരു സിംപ്ലസ്റ്റ് റൊട്ടീൻ തന്നെയായിരുന്നു ഞാൻ ഫോളോ ചെയ്തിരുന്നത്. പിന്നെ ഡോക്ടർ സജസ്റ്റ് ചെയ്ത കുറച്ച് പ്രോഡക്ട്സും കൂടി ഇൻക്ലൂഡ് ചെയ്തപ്പോഴത്തേനും
എൻ്റെ ആ ഒരു സ്കിൻ കെയർ റൊട്ടീൻ തന്നെ മോർ ബെറ്റർ ആവാൻ ചെയ്തത്. ഇതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയത് എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ ആണ്. UV ഡോക്സിൻ്റെ കുറച്ച് റേറ്റ് കൂടുതലാണ്, പക്ഷേ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സൺസ്ക്രീൻ ആണ് ഇതെന്ന് പറയുന്നത്. പോഴ്സ് ക്ലോഗ് ആവത്തില്ല, പിന്നെ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. നമുക്ക് അധികം ടാൻ ആവാണ്ട് സണ്ണിൽ നിന്ന് നമ്മളിത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നെപ്പോലെ ഓയിലി സ്കിൻ ആൻഡ് പിമ്പിൾ പ്രോൺ സ്കിന്നുള്ളവർ അത്യാവശ്യം ശ്രദ്ധിച്ചൊക്കെ പ്രോഡക്റ്റ്സൊക്കെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ പോഴ്സൊക്കെ ക്ലോഗ് ആവാണ്ട് അത്യാവശ്യം ക്ലീൻ ആയിട്ട് എപ്പോഴും ഫേസ് കീപ്പ് ചെയ്യുക. പിന്നെ സ്കിൻ കെയർ റൊട്ടീൻ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് ഹെവി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാതെ ലൈറ്റ് ആയിട്ടുള്ള ജെൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ടോട്ടലായിട്ട് ഞാൻ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് എൻ്റെ ഇപ്പോഴും ഞാൻ സ്റ്റിൽ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത്. വേറെ ഒരു പ്രോഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഈ ഓയിൽമെൻറ്റ്സ് ഒക്കെ തന്നെയാണ് ഞാൻ പിമ്പിൾ പോകാനായിട്ട് യൂസ് ചെയ്തത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്നതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ 2 month ഒരു ഡേ പോലും സ്കിപ്പ് ചെയ്യാണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് എത്ര ഇതാണെങ്കിലും ഞാനത് ആ ഒരു കുറച്ച് സമയം ഞാൻ ആ ഒരു സ്കിൻ കെയറിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ടായിരുന്നു. സോ ഈ വീഡിയോ പിമ്പിൾ വന്ന് സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.